ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക കൊണ്ടൊരു വെണ്ടയ്ക്ക മപ്പാസ് കറി ഉണ്ടാക്കാം. അതിനായി 20 വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി സൈഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം. 4-5 വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തുടച്ച് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് മാറ്റണം ആദ്യം. പിന്നെ ഇതിലേക്ക് വേണ്ട ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ: ഒരു 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, കടുക് വറുക്കുന്നതിനായി ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത്, പിന്നെ തേങ്ങയുടെ 2-ാം പാല്, 1-ാം പാല്, ഉപ്പ്, വെളിച്ചെണ്ണ, മസാലപ്പൊടി: മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, എരിവുള്ള മുളക് പൊടി. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വെണ്ടയ്ക്കെല്ലാം നമുക്ക് ഇത്രയും വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം. വെണ്ടയ്ക്ക് അരിയുമ്പോൾ ശ്രദ്ധിക്കുക, അകത്ത് പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. പാത്രത്തിലോട്ട് മാറ്റാം. ബാക്കി വെണ്ടയ്ക്കായ നമുക്ക് ഇതേപോലെ തന്നെ അരിയാം. വെണ്ടയ്ക്കെല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് കടായി അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെണ്ടയ്ക്കായിട്ട് ഫ്രൈ ചെയ്യാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് വേണം ഇതൊന്ന് വഴന്ന് കിട്ടാൻ. ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ മാറിക്കിട്ടും. വെണ്ടയ്ക്കെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം ഒരിടത്ത്. വെണ്ടയ്ക്ക എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ഓയിലിൽ തന്നെ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, വെളുത്തുള്ളി ചേർത്തൊന്ന് വഴറ്റാം. നമുക്ക് വട്ടത്തിലരിഞ്ഞ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് ഫ്രൈ ചെയ്യും. അത് ചെറുതായി നോക്കുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർക്കാം.
നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. നേരത്തെ നമ്മൾ 1/2 ടീസ്പൂൺ ചേർത്തിരുന്നു. എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഈ സമയം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഫ്ലെയിം ആക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ഇപ്പം ചേർത്ത് നമുക്ക് എണ്ണയിലൊന്ന് മൂപ്പിച്ച് പച്ചമുളകൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കണം. ഇട്ടുപോയി അത് ഇതോടൊപ്പം ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് ഫ്രൈ ചെയ്തിട്ട് വെണ്ടയ്ക്കയും കൂടി ചേർക്കാം. അതും ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. ഈ വെണ്ടയ്ക്ക മപ്പാസ് വളരെ ഈസിയായി പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. ഇത് ചോറിൻ്റെയും അപ്പത്തിൻ്റെയും പെറോട്ട, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും. വെണ്ടയ്ക്ക എല്ലാം ഒരുവിധം പച്ചമണമെല്ലാം മാറി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ സമയം തേങ്ങയുടെ 2ാം പാല് ചേർക്കാം. എല്ലാം കൂടെ കിടന്നൊന്ന് തിളക്കട്ടെ. വെണ്ടയ്ക്ക മപ്പാസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം വെന്ത് കുറുകിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1ാം പാലും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1ാം പാൽ ചേർത്ത് ഇളക്കി ചെറുതായി ഒന്ന് ചൂടായാലും മതി. ഒരുപാട് തിളക്കൊന്നും വേണ്ട. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഈ സമയം ഉപ്പൊക്കെ ഒന്ന് നോക്കാം. കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ട് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. വെണ്ടയ്ക്ക മപ്പാസ് കറി റെഡി. ഇരുന്ന് കുറേ കുറുകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഫ്ലെയിം ഓഫ് ചെയ്യുക. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമുക്ക് താളിച്ചുകൂടെ ചേർക്കാനുണ്ട്. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ചേർക്കാം. ഒന്ന് വഴണ്ട ശേഷം കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് വഴറ്റുക. ഇത് നമുക്ക് പാത്രം അടപ്പ്
കറിയിലോട്ട് ചേർത്ത് അടച്ച് വയ്ക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കാം. വെണ്ടയ്ക്ക മപ്പാസ് റെഡി. പാത്രത്തിൻ്റെ അടപ്പെടുക്കാം. വെണ്ടയ്ക്ക മപ്പാസ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. വെണ്ടയ്ക്ക മപ്പാസ് റെഡി.